ഹലോ ഫ്രണ്ട്സ്, അപ്പം ഇന്ന് വീക്കെൻഡ്സ് ആയിട്ട് നല്ല സണ്ണി ഡേ ആണ്. തണുത്ത കാറ്റില്ല, റെയിനില്ല. എല്ലാവർക്കും അറിയാം യുകെയിലെ ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വേണമെങ്കിലും ചേഞ്ച് ആവാം, നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാത്ത ഒരു ക്ലൈമറ്റ് ആണ്. പക്ഷേ ഇന്ന് എന്താണെന്ന് അറിയത്തില്ല, നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു അടുത്തുള്ളൊരു ഗ്രൗണ്ട് ഉണ്ട്, പാർക്ക് ഉണ്ട്, അപ്പോൾ അതിൽ പോയിട്ട് ദേവൂട്ടനായിട്ട് അവിടെ കറങ്ങി നടന്നിട്ട് വരാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ പുറത്ത് പോകാൻ തീരുമാനിച്ചു. അപ്പോൾ ഞാൻ കോട്ടിട്ടു, കാരണം പലതവണ പുറത്ത് പോയിട്ട് പണി കിട്ടിയ ആളായതുകൊണ്ട് ഞാൻ കോട്ടിട്ടു. പക്ഷേ അച്ഛനും മോനും കോട്ടിൻ്റെ ആവശ്യമില്ലാത്തതുകൊണ്ട് അവർ ആ ഭാഗത്തോട്ട് തിരിഞ്ഞ് നോക്കില്ല. കാരണം നമ്മൾ വെതർ ഇപ്പോൾ സണ്ണി വെതറാണെന്ന് പറഞ്ഞാലും പല സമയത്തും നമുക്ക് പണി കിട്ടിയിട്ടുണ്ട്. കാരണം പെട്ടെന്നായിരിക്കും തണുത്ത കാറ്റ് വന്നിട്ട് നമുക്ക് പോയ സ്ഥലം പോലും എൻജോയ് ചെയ്യാൻ പറ്റാത്ത പല സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഉണ്ടായിരിക്കാൻ ഞാൻ ഒരു പ്രിക്കോഷൻ നിലയിൽ ഞാൻ വേഗം ഒരു കോട്ടൊക്കെ എടുത്തിട്ട് ഞങ്ങൾ 3 പേരും കൂടി പാർക്കിലോട്ട് ഇറങ്ങി. അങ്ങനെ പോകുമ്പോൾ ദേവൂട്ടൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അവന് കുറച്ച് പ്ലേ ഏരിയസ് ഒക്കെ ഉണ്ട്, അപ്പോൾ അവിടെയൊക്കെ കളിക്കാനുള്ള രീതിയിലാണ് അവൻ ഭയങ്കര ഇതായിട്ട് നടന്നത്. പക്ഷേ അത് കഴിഞ്ഞിട്ട് സൂര്യൻ്റെ പ്ലാൻ പക്ഷേ വേറെ ഒന്നായിരുന്നു. പുറത്ത് പോയി കോഫിയൊക്കെ കുടിച്ച് ഫുഡൊക്കെ കഴിച്ച് വരാനുള്ള രീതിയിലാണ് സൂര്യ പുറത്തിറങ്ങിയത്. പക്ഷേ ഉച്ചയ്ക്ക് ഞങ്ങൾ നല്ല ബിരിയാണി കഴിച്ചുകൊണ്ട് ഞങ്ങൾക്ക് റിസ്ക് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആ പ്ലാൻ ഡ്രോപ്പ് ചെയ്തു. ഞങ്ങൾ വേണ്ടാന്ന് വിചാരിച്ചു. പിന്നെ ഒത്തിരി പേരുണ്ടായിരുന്നു, സൺഡേ ആയതുകൊണ്ട് ഒത്തിരി പേര് അവിടെ ഉണ്ടായിരുന്നു. ഡോഗ്സിനെ കൊണ്ടുവന്നവരും ഫുട്ബോൾ കളിക്കാനും പിള്ളേരും അങ്ങനെ ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു. ഭയങ്കര ക്രൗഡായിരുന്നു. പക്ഷേ ഞങ്ങൾ ക്രൗഡില്ലാത്ത ഏരിയ കൂടിയാണ് പോയത്. കാരണം വെച്ചാൽ കഴിഞ്ഞ തവണ ഞങ്ങൾ കണ്ടായിരുന്നു ഒരു ചെറിയ ചില്ലകളൊക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ അതിൽ പോയിരുന്ന റീൽസ് എടുക്കുന്ന ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം നിറച്ച ആൾക്കാർ അതിലിരിക്കുന്നതുകൊണ്ട് നമ്മൾ എടുത്തില്ല. അപ്പോൾ ഈ പ്രാവശ്യം അതിൻ്റെ എല്ലാം തീർത്ത് ഒരു റീൽ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് നമ്മൾ അങ്ങോട്ട് പോയത്. അവിടെ ചെന്നപ്പോൾ 2 ഫാമിലീസ് മാത്രം ഒരു ഡോഗ്സിനെ കൊണ്ട് പോയി കളിപ്പിക്കുന്നുണ്ടായിരുന്നു എൻ്റെ സൈഡിലായിട്ട്. പക്ഷേ ഞങ്ങളൊന്നും മൈൻഡ് ചെയ്തില്ല. ദേവൂട്ടൻ വേഗം വലിഞ്ഞ് മാനത്തിൽ കയറാൻ നോക്കി. പക്ഷേ അത്ര എളുപ്പമല്ലായിരുന്നു. വേഗം താഴേക്ക് ഇറങ്ങി. പിന്നെ വീണ്ടും ഒന്നും കൂടെ ട്രൈ ചെയ്തു. മുകളിലെത്തിയെങ്കിലും അവന് തിരിച്ചറിയാൻ പാടായതുകൊണ്ട് ഞാൻ വേഗം ഹെൽപ്പ് ചെയ്തു. അങ്ങനെ ഞങ്ങളെ പറ്റാവുന്ന കൊമ്പിലൊക്കെ കയറി ഇരിക്കാൻ നോക്കി. ഇരുന്ന് ഒരു റീൽ എടുത്തു. അത്ര ക്ലിയർ ഒന്നും ആയില്ല എങ്കിലും അത് ചോപ്പിച്ചു. അങ്ങനെ കുറേ നേരം സംസാരിച്ചിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചിട്ടുണ്ട് ഇവിടെ നിറച്ച് പൂക്കളുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സംഭവമാണ്. വീട് വയ്ക്കുകയാണെങ്കിലും വീട്ടിലാണെങ്കിലും ഒത്തിരി ഫ്ലവേഴ്സ് ഉള്ളത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ സമയമൊക്കെ ആയിട്ട് നിറച്ച് ഫ്ലവേഴ്സ് കാണാൻ പറ്റും. അതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. നമ്മൾ മനസ്സിന് ഭയങ്കരമായിട്ട് ഹാപ്പിനെസ് തരുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഞാൻ എപ്പോഴും വിചാരിക്കും ഇങ്ങനെ നമ്മുടെ നാട്ടിലാണെങ്കിൽ വളരെ കുറച്ച് ഏരിയ ഉള്ളെങ്കിലും അതിലൊക്കെ നല്ല ഫ്ലവേഴ്സൊക്കെ വെച്ച് നമ്മൾ കുറച്ച് നേരം ഈവനിങ് ടൈമിലൊക്കെ നമ്മൾ പുറത്തിറങ്ങിയിരുന്ന് ഫാമിലി ടുഗദർ സംസാരിക്കുക. അതൊക്കെ വലിയൊരു മിസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ എല്ലാവരും ഇപ്പോൾ പണ്ടൊക്കെ ആണെങ്കിൽ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഞങ്ങളുടെ നാട്ടിൻ പുറത്തൊക്കെ ഉണ്ട്. ഞങ്ങളുടെ വില്ലേജ് ഏരിയ ആയതുകൊണ്ട് ഇപ്പോഴും അങ്ങനത്തെ ഒരു ഇതുണ്ട്. പക്ഷേ ടൗണിലോട്ടൊക്കെ വരുമ്പോൾ അതൊക്കെ മിസ്സായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ പരമാവധി വിചാരിച്ചിട്ടുണ്ട് ഫാമിലിയുമായിട്ട് മിങ്കിൾ ചെയ്യാൻ കിട്ടുന്ന ഈച്ച് ആൻഡ് എവറി ടൈം നമ്മൾ പരമാവധി എൻജോയ് ചെയ്യുക. കാരണം നാളത്തേക്ക് എന്താണെന്ന് നമുക്കറിയില്ല. പക്ഷേ അതുകൊണ്ട് ഇന്ന് എന്താണോ അതാണ് സത്യം. അപ്പോൾ അത് എൻജോയ് ചെയ്ത് ലൈഫ് എൻജോയ് ചെയ്ത് ജീവിക്കാം. വറീസ് ഒന്നും നമ്മുടെ ഹെഡിലോട്ട് എടുത്ത് വെക്കാതിരിക്കുക. നമ്മൾ അങ്ങനെ കുറേ നേരം അവിടെ കറങ്ങി കുറച്ച് നേരം പ്ലേ ഏരിയയിലൊക്കെ പോയി ഒന്ന് കറങ്ങി ഭയങ്കര തിരക്കായിരുന്നു. എങ്കിലും കുറച്ച് നേരം പ്ലേ ഏരിയയിൽ കറങ്ങിയിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് വന്ന് 2 കോഫി ഇട്ട് കുടിച്ച് ഇന്നത്തെ ദിവസം ഫിനിഷായി. അപ്പോൾ ഓരോ ഡേയും നമുക്ക് വിലപ്പെട്ടതാണ്. അപ്പോൾ ഈച്ച് ആൻഡ് എവറി ഡേ എൻജോയ്. ഓക്കെ, നിങ്ങൾക്ക്